കേരളീയ സമൂഹം വലിയൊരു സാംസ്കാരിക തകർച്ചയിലൂടെയാണോ കടന്നുപോകുന്നത്? രാഷ്ട്രീയ എതിരാളികളെ നേരിടുവാൻ സ്ത്രീത്വത്തെ പോലും അപമാനിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നേതാക്കൾ അധപതിച്ചിരിക്കുന്നു. ഒരു ഡിവൈഎഫ്ഐ ജാഥയിൽ ചിന്താ ജെറോം വിളിച്ച മുദ്രാവാക്യം കേട്ടപ്പോൾ ഓരോ മലയാളിയും ലജ്ജിച്ച് തല താഴ്ത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ആരാടാ ഈ KSU? തന്തയില്ലാ കഴിവേറികളെ, അച്ഛനില്ലാത്ത നേരത്ത് അമ്മയ്ക്കുണ്ടായ സന്തതികളെ. ഇതാണോ കേരളത്തിലെ യുവതലമുറയെ നയിക്കുന്ന ഒരു നേതാവിന്റെ സംസ്കാരം? ചിന്താ ജെറോം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ സ്ത്രീപക്ഷ നിലപാടുകൾ പറയുന്ന ആളാണ്. സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും വാദോരാതെ സംസാരിക്കുന്ന വ്യക്തി. എന്നാൽ അതേ സ്ത്രീ തന്നെ മറ്റൊരു സ്ത്രീയെ, KSU പ്രവർത്തകരുടെ അമ്മയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവിടെ ഉയരുന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. യഥാർത്ഥ സ്ത്രീപക്ഷവാദമാണോ അതോ വെറും PR വർക്ക് മാത്രമാണോ ഇത്? മറ്റൊരാളുടെ അച്ഛൻ ആര്, അമ്മ ആര് എന്ന് ചോദിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം കേരളത്തിന്റെ സംസ്കാരത്തിന് നിരക്കുന്നതല്ല. സ്വന്തം നിലപാടുകൾ ഉറക്കി പറയുവാൻ ആർക്കും അവകാശവുമുണ്ട്. എന്നാൽ മറ്റുള്ളവരെ തരം താഴ്ത്തിക്കൊണ്ടാകരുത്. ഈ നിലപാടുകൾ വെച്ചുകൊണ്ട് വോട്ട് ചോദിക്കുവാൻ പോകുമ്പോൾ എത്ര സ്ത്രീകൾ ചിന്താ ജെറോമിനെ വോട്ട് ചെയ്യുമെന്നത് കണ്ടറിയേണ്ടതാണ്. ഇവിടെയാണ് നാം പ്രസ്ഥാനത്തിന്റെ ചരിത്രം ഓർക്കേണ്ടത്. എത്രയോ മഹാരഥമാർ കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണ്. അവർ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ എവിടെയാണ്? ഇന്നത്തെ നേതാക്കൾ സംസ്കാരശൂന്യരായി മാറുന്നുണ്ടോ? ഇത്തരം സംസ്കാരശൂന്യരെയാണോ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുത്തി പ്രസ്ഥാനത്തെ ഒരു കോമാളി വേഷത്തിലേക്ക് എത്തിക്കുന്നത്? ഇതൊന്നും പൊതുസമൂഹം കാണുന്നില്ല എന്ന് കരുതരുത്. ക്യാമറകളുടെ കാലമാണ്. CCTV ക്യാമറകളുണ്ട്, മൊബൈൽ ഫോണുകളുണ്ട്. ഇക്കാലത്തും എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിവ് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. UP-യിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും അധിക്ഷേപ രാഷ്ട്രീയം കേരളത്തിൽ പരീക്ഷിക്കുവാൻ നോക്കുന്നത് അത്രയും ഉചിതവുമല്ല. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ വിവാദങ്ങളും. കഴുത്തിന് വേദനയായി ICU യൂണിറ്റിൽ കിടന്ന് നേരം വെളുക്കുമ്പോഴേക്കും മന്ത്രി വീട്ടിലേക്ക് പോയി. പരുക്കു പറ്റിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ മനുഷ്യരെല്ലാം ഈ നാടകങ്ങൾ കാണുന്നുണ്ട്. ഇത്തരം നാടകങ്ങൾ ജനം തിരിച്ചറിയുന്നുമുണ്ട്. സ്ത്രീകളെ ഉയർത്തിക്കാട്ടുവാൻ PR വർക്കുകൾക്കും വേണ്ടി നടത്തുന്ന ഇത്തരം നാടകങ്ങൾ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന നിഷ്പക്ഷവാദികൾക്ക് പോലും നാണക്കേടായി മാറിയിരിക്കുന്നു. പാർട്ടി ഇനിയെങ്കിലും ഇവരെ വിളിച്ചു വരുത്തി ശരിയായ സ്റ്റഡി ക്ലാസുകൾ നടത്തേണ്ടതുണ്ട്. അവസാനമായി പറയാനുള്ളത് ഇത്രമാത്രമാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ മറ്റൊരാളുടെ കുടുംബത്തെ അധിക്ഷേപിക്കുന്ന മുദ്രാവാക്യങ്ങൾ വിളിക്കുമ്പോൾ അത് തിരിച്ചടിയാകുമെന്ന് ചിന്താ ജെറോം തിരിച്ചറിയണം. രാഷ്ട്രീയ മാറ്റമെന്നത് സംസ്കാരത്തിന്റെ തകർച്ചയാകരുത്. കേരളം ഇതൊക്കെ കാണുന്നുമുണ്ട്, വിലയിരുത്തുന്നുമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.